പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസികൾ എന്നും രാഷ്ട്രീയക്കാരുടെയും കുത്തകകളുടെയും ഇരകളായിരുന്നു. നാടും വീടും വിട്ട് അന്യനാടുകളിൽ ചെന്ന് അവർ പടുത്തുയർത്തുന്നതാണ് കോർപ്പറേറ്റുകളുടെ ഈ മണിമാളികകൾ എന്ന് ഓർക്കുന്നത് നല്ലത്. അതുകൊണ്ട് തന്നെ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി സാധാരണ പ്രവാസികളെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്ക് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാസ ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ജോലിക്കിടയിൽ വീണ് ഗുരുതരമായി പരിക്കുപറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയ ആലപ്പുഴ മുതുകുളം സ്വദേശി സുനീഷിന് നവോദയ സാംസ്കാരിക വേദി ജിഷ യൂണിറ്റ് സമാഹരിച്ച 75,391 രൂപയുടെ ഡ്രാഫ്റ്റ് ജാഫർ മേഖല ട്രഷറർ സുഗുണൻ പണിക്കർ യൂണിറ്റ് സെക്രട്ടറി ജയകുമാറിന് കൈമാറി. ഏരിയ ആക്ടിംഗ് സെക്രട്ടറി PV രാജു, ഏരിയ എക്സിക്യൂട്ടീവ് KV ഷാജി, യൂണിറ്റ് പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ ഡിസംബർ 29-ന് രാത്രി താമസ സ്ഥലത്ത് ശരീരത്തിന്റെ ഒരു വശം തളർന്ന നിലയിൽ കൊല്ലം സ്വദേശിയായ ശശിധരൻ ആശാരിയെ ഹായിൽ കിങ് ഖാലിദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 28 വർഷമായി ഇദ്ദേഹം ഹായിൽ കാർപ്പൻ്റർ ജോലി ചെയ്ത് വരികയായിരുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഇദ്ദേഹം. ഏക മകളുടെ വിവാഹം കഴിഞ്ഞതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ എത്രയും വേഗം നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭിപ്പിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും. സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇവരുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ അബ്ദുൽ ഖാദർ 0505481755, സുനിൽ കുമാർ 05507774514, ജോൺ 0502091286. തലച്ചോറിലേക്കുള്ള ഞരമ്പിൽ രക്തം കട്ടപിടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയ്ക്കായി നാട്ടിൽ പോയ അസീർ പ്രവാസി സംഘം പ്രദീപ് കുമാറിന് ചികിത്സാ സഹായമായി അസീർ പ്രവാസി സംഘം സ്വരൂപിച്ച 1 ലക്ഷം രൂപ ചാത്തന്നൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ CPIM പറവൂർ ഏരിയ സെക്രട്ടറിയും ആയ KP കുറുപ്പ് കൈമാറി. അസീർ പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ VG പൊന്നപ്പൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ബാബു, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആകെയുള്ള 2 ആൺമക്കൾ തന്നിൽ നിന്നും അകന്നതിൻ്റെ കാരണം തേടിയാണ് 2 ആൺകുട്ടികളുടെ അമ്മ കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ നസീമ ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഷിനാജും സിയാദും, ഇതാണ് നസീമയുടെ 2 ആൺകുട്ടികളുടെ പേര്. ജീവിതത്തിലെ ദുരിതപൂർണമായ ഈ സംഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നസീമ. മക്കളുടെ തിരിച്ചുവരവാണ് നസീമയുടെ ഏക ആഗ്രഹവും ആശ്രയവും. ചോദിച്ചറിയാം ഈ മക്കൾ എന്തുകൊണ്ടാണ് ഈ അമ്മയെ വിട്ടിട്ട് പോകാനുള്ള കാരണമെന്ന്. നസീമയുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് ഗൾഫിലായിരുന്നു, ദാസ് ഐലൻഡിലായിരുന്നു ജോലി. ആള് ഇപ്പൊ 4-5 വർഷമായിട്ട്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അബ്ദുൽ കരീം. അബ്ദുൽ കരീം ഇപ്പൊ എവിടെ? അബ്ദുൽ കരീം ഇപ്പൊ നാട്ടില് ഇപ്പൊ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാണ്. എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി ഓടിച്ച് ആള് നാട്ടില് നടക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് വീടുണ്ട്? നിങ്ങളും അദ്ദേഹം ഒരുമിച്ചായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര കാലം വരെ? 32 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ വഴക്ക് ഇതായിട്ട് ഇപ്പൊ 4 വർഷം ആയിട്ടുള്ളൂ. എത്ര മക്കളാ? ഞങ്ങൾക്ക് 2 മക്കള്. അവരാണ് ഇപ്പൊ ഷിനാജും സിയാദും. ഇവരിപ്പോ എവിടെ? മൂത്ത മോന് ആദ്യം ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറായിട്ടാണ് പോയത്, അലൈനിൽ തന്നെ. ഇപ്പൊ സ്വന്തമായിട്ട് അവന് വേറെ എന്തൊക്കെയോ വണ്ടിയൊക്കെ എടുത്തു സ്വന്തമായിട്ട് ഓടിക്കുന്നു പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞതാ, ഭാര്യയായിട്ട് ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടിയുന്ന ആ ടൈമിൽ മോൻ നാട്ടിലുണ്ടായിരുന്നു. മൂത്ത മോൻ ഹസ്ബൻഡായിട്ട് വഴക്ക് കൂടിയ ടൈമിൽ മൂത്ത മോൻ ഷിയാദ് നാട്ടിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇപ്പൊ ഒറ്റയ്ക്കാണ്. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഇല്ലാന്ന് പറയാ. ഒരു പ്രശ്നമില്ലാതെ ഇപ്പൊ 4 വർഷം 5 വർഷമായിട്ട് നിങ്ങൾ വേറിട്ടിട്ടല്ലേ താമസിക്കുന്നത്? അതെ അല്ലേ? അബ്ദുൽ കരീം വേറെ വീട്ടിൽ താമസിക്കുന്നു, നസീം വേറെ വീട്ടിൽ താമസിക്കുന്നു, ശരിയല്ലേ? അപ്പോൾ മക്കള് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല.
അതല്ലേ ഇപ്പം നിങ്ങൾ മക്കളെ തേടി വരുന്നത്. മക്കളിവിടെ വന്ന് പോകണമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വന്ന് ഇപ്പോൾ ഇളയ മോന് നാട്ടിൽ ഇപ്പോൾ 10 ദിവസത്തെ ലീവിന് വന്നു, നിങ്ങളെ കണ്ടില്ല? വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാൻ പോയി? ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കാണാൻ പോകുന്നുണ്ടോ? പുള്ളിയുടെ അടുത്താണ് അവർ നിൽക്കുന്നത്. ഭർത്താവിന്റെ അടുത്ത് വന്ന് കുട്ടികൾ 2 വന്ന് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാൻ ഭർത്താവിന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ്. എത്ര കിലോമീറ്റർ? ഒരു 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ മാറിയിട്ടാണ് നിങ്ങൾ താമസിക്കുന്നത്. കൊടുങ്ങല്ലൂർ എവിടെയാണ് ഭർത്താവ് താമസിക്കുന്നത്? കൊടുങ്ങല്ലൂർ ആമണ്ടൂർ എന്ന് പറയും. ആമണ്ടൂരാണ്. നിങ്ങളൊരു സ്വന്തം വീട്ടിലാണ് നിങ്ങളും താമസിക്കുന്നത്, അദ്ദേഹവും താമസിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആരാണ്? ഉമ്മയുണ്ട്. ഉമ്മയുണ്ട്. അപ്പോൾ ഉമ്മയും മകളും കൂടെയാണ് താമസിക്കുന്നത് അല്ലേ? അബ്ദുൽ കരീം നിങ്ങളുമായിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ ഇതിലാണ്, അകൽച്ചയിലാണ്. ശരിയല്ലേ ഞാൻ പറയണത്? അപ്പോൾ അബ്ദുൽ കരീമിൻ്റെ കൂടെയാണ് മക്കൾ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതെ, ശരിയാവും. നിങ്ങളെ ആയിട്ട് മക്കൾ വരുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരികയോ ഉമ്മയെ കാണുകയോ ഉമ്മയെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വഴക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കോടതിയെ സമീപിക്കുകയോ എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളും ഭർത്താവും തമ്മിൽ വഴക്ക് മാത്രമല്ല കേസുമുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഭർത്താവ് എന്തെങ്കിലും ചെലവിന് തരുന്നുണ്ട്? ഇപ്പം 1500 രൂപ വിധിയായിട്ടുണ്ട്. ഇപ്പം 2 മാസമായിട്ട് 1500 രൂപ വെച്ചിട്ട് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താ ഞങ്ങളുടെ മുന്നിലുള്ളത്? ഇപ്പം എൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് കുട്ടികൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഭർത്താവ് അതിനിട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങളെ മക്കള് നിങ്ങളടുത്ത് പ്രായപൂർത്തിയായ ആളുകൾ, ഒരാൾ കല്യാണം കഴിച്ച ആളാണ് അല്ലേ? ഒരാൾ കല്യാണം കഴിക്കാറായ ആൾ. അവർക്ക് നിങ്ങളടുത്തേക്ക് വരാൻ വാപ്പ എന്ത് വിഘാതം സൃഷ്ടിക്കാൻ അവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണോ വന്നൂടെ നിങ്ങളുടെ അടുത്തേക്ക്? നല്ല ഒരു കുടുംബ അന്തരീക്ഷമല്ല നിങ്ങളുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കണം? ഇപ്പോൾ ഓൾറെഡി കോടതിയിലാണ് കേസ്. അല്ലേ, കോടതിയിലത്തെ ഒരുവിധം ഇതൊക്കെ തീർന്നു. അവിടുത്തെ കേസും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1500 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തരാൻ വിധിച്ചത്. എനിക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്യൂമറായിട്ട് യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഇപ്പോൾ ഈ ഇളയ മോന് ഞാനും എൻ്റെ ഉമ്മയൊക്കെ കൂടെ നല്ല രീതിയിൽ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അവൻ ചെന്നിട്ട് ജോലി കിട്ടിയതോ അറിയിച്ചില്ല. അന്ന് എന്തെങ്കിലും ജോലി കിട്ടി, ശമ്പളം കിട്ടി, ഇതൊന്നും അവനിതുവരെ അറിയിച്ചിട്ടുമില്ല, ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ഇപ്പം മൂത്ത മോനും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബ വഴക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത്? വളരെ വ്യക്തമാണ്. എനിക്കത് സാധാരണ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ കാരണം ഇത് കാണാതാകുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ഒരു കുടുംബ പ്രശ്നമായതുകൊണ്ട്. യോജിക്കാൻ എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കണ്ടെത്തലാണ് എൻ്റെ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചാനലിന് എരിവും പുളിവും കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇവരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് അറിയാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിപാടിയല്ലല്ലോ ഞങ്ങളുടേത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാക്കുക, സമാധാനം ഉണ്ടാക്കുക, കുടുംബങ്ങളെ യോജിപ്പിക്കുക, കാണാതായവരെ കണ്ടെത്തുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പരിപാടിയിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള, അതുകൊണ്ടാണ് ഈ സഹോദരി പറയാനുദ്ദേശിച്ച ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ വെളിച്ചം വീശാതിരുന്നു. അതുപോലെ അവർക്കും മറ്റു ചില കാരണങ്ങളും പലതും എന്നോട് പറഞ്ഞത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറ്റുമെങ്കിൽ നല്ല നിലയിൽ പോവുക നല്ലത്. അതാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ എല്ലാ വിഷമവും മനസ്സിലായി. നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മക്കൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മക്കളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ഉപ്പയെയും ഉമ്മയെയും ഒന്നിപ്പിക്കാൻ മക്കൾ രണ്ടുപേരും കൂടിയിട്ട് നേതൃത്വം നൽകണം. മക്കളുടെ കടമയാണ്. നിങ്ങൾക്ക് ഉമ്മയുടെ സ്വത്തും കിട്ടും, വാപ്പയുടെ സ്വത്തും കിട്ടും, ഒക്കെ കിട്ടും. പക്ഷേ അവരുടെ ജീവിതം ഇത്തരത്തിലാക്കരുത്. ഉപ്പാക്കൊരു സഹായം ആവശ്യമാണ്, ഉമ്മാക്കൊരു സഹായം ആവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെ സഹായം വേണമെങ്കിൽ തേടാം. ഞാൻ വരണോ? ഞാൻ വരാം. അല്ലെങ്കിൽ അവിടെ എത്രയോ ധന്യരായിട്ടുള്ള ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കൊടുങ്ങല്ലൂരുണ്ട്. ആദ്യത്തെ പള്ളി, ചെറുമാൻ പള്ളി അവിടെയാണ്. അവിടെ അതിൻ്റെ ഭാരവാഹികളുണ്ട്. ആര് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള യോജിപ്പുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അതാണ് നല്ലത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്.
മക്കളാണ് അതിൽ നേതൃത്വം എടുക്കേണ്ടത്. കുട്ടികൾ വിചാരിച്ചാൽ തീരാവുന്നതുള്ളൂ. അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതാണ്. നിങ്ങളും വിചാരിക്കണം. എല്ലാവരും വിചാരിക്കുമ്പോൾ നിങ്ങളും ഒത്തുതീർപ്പുകൾക്ക് വേണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തളർന്നിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ഓടി തളർന്നതുകൊണ്ടാണ്. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്ന് ആദ്യമേ തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം ആൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്ത്. പക്ഷെ പ്രത്യേകിച്ച് പറയത്തക്ക കാരണങ്ങളൊന്നും ആയിക്കോട്ടെ. അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ ആളുകൾ ഊതി ഉറപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ പൊറുക്കുക, അതൊക്കെ വിട്ട് കളയുക. അതൊന്നും പോയി വെറുതെ അത് കൊണ്ടു നടന്നിട്ട് മയ്യത്തിന് ഭാരമാവുക എന്നല്ലാണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം എല്ലാവരോടും ഇതാ പറയാനുള്ളത്. നിങ്ങൾ സമാധാനമായിട്ട് പോയാൽ ഒരു വഴിയുണ്ടാവും കേട്ടാ, ഉറപ്പാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് പട്ടാമ്പിയിലെ സ്വന്തം വീട്ടിൽ നിന്നും ശ്രീജിത്ത് കുന്നംകുളത്ത് താൻ പഠിക്കുന്ന സ്ഥാപനമായ ITCയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഇതുവരെ ശ്രീജിത്തിനെക്കുറിച്ച് ഈ വീട്ടുകാർക്ക് മാതാപിതാക്കൾക്കും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ശ്രീജിത്തിനെ തേടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അമ്മയും അച്ഛനും അച്ഛൻ്റെ സഹോദരനുമാണ്. എന്ത് കാരണത്താലാണ് മകൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഇപ്പോഴും അവർക്ക് അവ്യക്തമാണ്. എന്നാൽ ശ്രീജിത്തിന് തിരിച്ചുവരവ് മാത്രമാണ് ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ഏക ലക്ഷ്യവും. ചോദിച്ചറിയാം ശ്രീജിത്തിനെക്കുറിച്ച് ബാക്കി. ശ്രീജിത്ത് +2 കഴിഞ്ഞിട്ടാണ് ITCക്ക് പോയത് അല്ലേ? എത്രാമത്തെ കൊല്ലം അവിടെ പഠിച്ചിരുന്നത്? അവിടെ പഠിച്ചിട്ട് ആകെ 21 ദിവസം ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. 21 ദിവസം ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. ശ്രീജിത്ത് എന്ത് തരത്തിലുള്ള സ്വഭാവക്കാരനാണ്? അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വഭാവ വൈകൃതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആളൊരു നല്ല സ്വഭാവക്കാരനായിരുന്നു. എന്താ വെച്ചാൽ കാര്യമായിട്ട് അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ അത്ര കഴിവും പക്വതയും അവന് സത്യത്തിലില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അതിൻ്റെ വെച്ചാൽ മറ്റുള്ള കുട്ടികളുടെ മാതിരിയുള്ള മിടുക്ക് അവനില്ല. ഒരു കണ്ടമാനം ആളെ ആകർഷിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ നല്ല പോരടിക്കുക അല്ലെങ്കിൽ ഒരാളോട് മറ്റുള്ള പ്രത്യേകിച്ച് ഒരു കഴിവോ അവന് അങ്ങനെ ഇല്ല. പഠിക്കാനോ സരസമായി സംസാരിക്കാനോ അങ്ങനെയുള്ള പ്രത്യേകിച്ചൊന്നും അത്ര വലിയ ഇതില്ല. എത്ര സഹോദരങ്ങളുണ്ട് അയാൾക്ക്? അവനൊരു ആൺകുട്ടികളുള്ളൂ. 3 മക്കളുണ്ടാവേ. 2 പെൺകുട്ടികളാണ്. അവൻ്റെ താഴെ അവൻ്റെ മൂത്തതും പെൺകുട്ടികളാണ്. അല്ല, അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. എന്തിനാ പോയെന്ന് വെച്ചാൽ അവനോട് അങ്ങനെ വഴക്കും മക്കളൊന്നും സ്വന്തം കുടുംബത്തിൽ ഉണ്ടാവല് പതിവില്ല. കുടുംബനാഥ് ഞാനാണ്. അപ്പോൾ വൈകുന്നേരത്ത് വന്ന് കുറച്ച് അവൻ പഠിക്കാത്തതിന് മാത്രമേ ഇപ്പോൾ ഈ ക്ലാസ് പോയതിന് ശേഷം കുറച്ച് പ്രാക്ടിക്കലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. തിയറി മാത്രമേ അന്ന് പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് പഠിക്കാത്തതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. ആദ്യം അവൻ കുറച്ച് കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു. ഈ സെൻട്രിങ്ങിൻ്റെ പണിക്ക്, കെട്ടിട നിർമ്മാണം, ആ പണിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അതിന് വയ്യ, മുമ്പ് ചൂട് സഹിക്കാൻ വയ്യ, ഭാരം കെട്ടിടത്തിൻ്റെ മുകളിൽ കയറ്റി കയറാൻ വയ്യ. കാലിനൊക്കെ പരിക്ക് പറ്റിയ ആളാണ്. അപ്പോൾ അതിനൊക്കെ വയ്യ എന്നിട്ട് പറഞ്ഞിട്ടാണ് അതായത് പുള്ളിക്ക് അച്ഛനായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ എന്തോ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിട്ടാണ് പോയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? അതിലിപ്പോൾ നമ്മൾ സത്യം പറയാണ് നല്ലത്. അതൊക്കെ ഇപ്പോൾ അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടായിരിക്കും മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പുള്ളിക്ക് വിഷമായി ഉണ്ടാവും. അതിനിപ്പോൾ ഇത്രമാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അവനോട്. ഞാൻ മനസ്സിലായി. ഇപ്പം നിങ്ങളെ സ്വഭാവം കണ്ടല്ല ഞങ്ങളിപ്പോൾ ഒരു ഭീകരമായിട്ട് പെരുമാറുന്ന ഒരാളല്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ എത്ര വർഷം? 2-3 വർഷം. അപ്പോ ഈ 3 മാസമായിട്ടുള്ളൂ. പക്ഷെ ഒരു വിവരമില്ല. 3 മാസമായിട്ടുള്ളൂ സാർ. അവന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ പൈസ കിട്ടിയിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചില്ലേ? പോലീസിൽ അന്വേഷിച്ചു. ഞങ്ങൾ അവന്റെ സുഹൃത്തുക്കൾ എന്താ പറയുന്നത്? സുഹൃത്തുക്കൾ പുറത്തു പോയ സുഹൃത്തുക്കളുണ്ട്. പുറത്ത് വെച്ചാൽ ഗൾഫിലല്ല, ഈ കേരളത്തിൽ തന്നെ ഇവിടെ അവരോടൊക്കെ അന്വേഷിച്ചു. അവരൊന്നും അവരടുത്ത് എത്തിയിട്ടില്ല, അവരും അറിയില്ല എന്നാ പറഞ്ഞു. ഫോൺ അവൻ കൊണ്ടുപോയിട്ടില്ല, ഒരു രേഖകളും കൊണ്ടുപോയിട്ടില്ല. എല്ലതും ഉണ്ട്. അവന്റെ പാസ്പോർട്ട് അവിടെ ഉണ്ട്, ഐഡന്റിറ്റി കാർഡ് അവിടെ ഉണ്ട്, ആധാർ കാർഡ് വീട്ടിലുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല. വീട്ടിൽ നിന്ന് സാധാരണ ക്ലാസ് പോണ മാതിരിയാണ് പോയത്. മൊബൈൽ കൊണ്ടുപോകാറില്ല. വസ്ത്രങ്ങളും കൂടി കൊണ്ടുപോയിട്ടില്ല. സ്കൂളിലേക്ക് പോണ പോലെ തന്നെ അവൻ പോയത്. ഇല്ല, തിങ്കളാഴ്ചക്കുള്ളതൊക്കെ വരഞ്ഞു വെച്ച് എഴുതി. പോലീസിൽ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അവര്? അവരന്വേഷിക്കാൻ FIR കോപ്പി എടുത്തു. അവർ പിന്നെ എല്ലാ സ്റ്റേഷനിലേക്കും കോപ്പി മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പേപ്പറിൽ കൊടുത്തു.
പൈസയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ പൈസ ഒന്നും എന്നും അച്ഛൻ കൊടുക്കണ പൈസ തന്നെ അവ എടുത്തിട്ടുള്ളൂ. പൈസ ഒന്നും അവ എടുത്തിട്ടില്ല. പൈസ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങളടുത്ത് വരാൻ ആരാ പറഞ്ഞു? ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആൾക്കാരും നാട്ടുകാരും പറഞ്ഞു ശ്രീജിത്ത് കേരളം വിട്ടു പോയിട്ടില്ല. അവൻ ഞങ്ങളേലും മറിഞ്ഞു നിൽക്കണം. ഞങ്ങൾക്ക് അച്ഛൻ ഒരു മകനുണ്ട്, വലിയ വിഷമായി. ഇവർക്കും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. ഇവർക്ക് 2 പെൺകുട്ടികളായിരുന്നു. പിന്നെ കുറച്ച് കടബാധ്യതയുടെ കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു. പിന്നെ മോളിലെ കുട്ടിക്ക് ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹാർട്ടിന് ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ വേണം, 2 ലക്ഷം ഉറുപ്പ്യ വേണം. സാമ്പത്തിക ബാധ്യത അവന് തോന്നിയിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിരുന്നു, അത് അവ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാങ്കിന്റെ കുറച്ച് കടലാസുകളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഇവരത് ഒക്കെ ശരിയാക്കാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് കാര്യം അവൻ എന്നോട് പറയാതിരിക്കില്ല, എന്ത് കാര്യങ്ങളും ഉണ്ടിച്ചാലും. ഇനി ഞങ്ങളോട് രണ്ടാളും പറഞ്ഞില്ല അവൻ്റെ താഴെ കുട്ടി അവിടെ പ്രസവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവളോട് ഒരു 100 ഉറുപ്പ്യ അവൻ അവളോട് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ ഏട്ടാ നാളെ തരാമെന്ന് പറഞ്ഞു അവളെന്ന് പറഞ്ഞു. അതും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും 5-6 മാസമായിട്ട് പണിക്ക് പോകാതൊക്കെ ഇട്ടാ. മറ്റേ എന്ത് കാര്യം എന്നോട് പറയാറുണ്ട് അവൻ. പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു മകൻ തന്നെയാണ്. പൈസ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടിൽ എത്ര പൈസ വീട്ടിൽ നിന്ന് പൈസ എടുക്കൊന്നുമില്ല. അങ്ങനെ ഒരു കള്ളത്തരങ്ങളൊന്നും ചെയ്യണ ഒരു കുട്ടിയല്ല. പക്ഷെ അവന് എന്താ തോന്നിക്കണമെന്ന് തന്നെ അവൻ തന്നെ അറിയുള്ളൂ. ഞങ്ങൾക്ക് ഒരു തെളിവ് ഒന്നും കിട്ടണില്ല. എത്ര വയസ്സാണ് ശ്രീജിത്തിന്? 21 വയസ്സ്. പ്രവാസലോകം പ്രേക്ഷകരോടാണ്. ശ്രീജിത്ത് കേരളത്തിൽ എവിടെയോ ഉണ്ട്, 3 മാസമായിട്ടുള്ളൂ പോയിട്ട്. ഈ ഡിപ്ലോമ കോഴ്സിനാണ് പോയത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് കുട്ടി പോയത്. കൂടാതെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. 21 വയസ്സെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണമെങ്കിൽ ജോലി അന്വേഷിച്ച് പോകാവുന്ന ഒരു പ്രായമൊക്കെ തന്നെയാണ്. അപ്പോൾ വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോൾ തൻ്റെ ശാരീരിക വൈകല്യങ്ങൾ മറന്നുകൊണ്ട് ഒരു ദിവസം വീട് വിട്ടിറങ്ങുക. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ശ്രീജിത്ത് പഴയ കാലമല്ല. ശ്രീജിത്ത് ഇവിടെ നിന്നാലും ജോലിയൊക്കെ കിട്ടുന്ന കാലമാണ്. പണ്ടൊക്കെ നമ്മളെ ആളുകൾ പോയിരുന്നത്, ജോലി അന്വേഷിച്ച് പോയിരുന്നത് നമ്മളെ നാട്ടിൽ ജോലി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്. അപ്പോൾ ശ്രീജിത്ത് തിരഞ്ഞെടുത്ത് നന്നായി. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയാൽ, ഇപ്പോൾ 1-2 കൊല്ലമൊക്കെ പഠിച്ച് അത്തരത്തിലുള്ള ഒരു ഇത് കിട്ടിയാൽ എന്തെങ്കിലും കൂടുതൽ നല്ല നിലയിൽ പോകാമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് ശ്രീജിത്ത് പോകുന്നത്. തൻ്റെ പഠിപ്പിന് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക നിലയുള്ള ഒരു കുടുംബത്തിലല്ല, കടവും ബാധ്യതയും സങ്കടങ്ങളും ദുരിതങ്ങളുമുള്ള ഒരു കുടുംബത്തിലാണ് താൻ താമസിക്കുന്നത് എന്ന ഒരു ബോധമാവാം ശ്രീജിത്തിനെ നാടുവിടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പുതിയ ബാധ്യതകൾ വരുന്നു, അസുഖമുള്ള ആൾ കുടുംബത്തുണ്ടായിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരേണ്ട ചികിത്സ ചെയ്യേണ്ടിയിരിക്കുന്നു. പെങ്ങളോട് 100 രൂപ ചോദിച്ചപ്പോൾ പെങ്ങളടുത്ത് പോലും ആ 100 രൂപ ഇല്ല എന്നുള്ളതാണല്ലോ നാളെ തരാമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ദുഃഖിതനാകുന്ന ഒരു കുട്ടിയാണ് ശ്രീജിത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ശ്രീജിത്ത് നാട് വിട്ടുണ്ടാവുക. പക്ഷെ ശ്രീജിത്ത് നാട്ടിൽ വന്ന് നിന്നിട്ട് പരിഹരിക്കലാണ് നന്നാവുക. അച്ഛനും അമ്മയൊക്കെ അത്ര പ്രായമായിട്ടൊന്നും ഇല്ലല്ലോ, കുറേയും കൂടി ചെറുപ്പമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ശ്രീജിത്തിനെയും ശ്രീജിത്തിന് അവരെയും സഹായിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വെറുതെ സങ്കടങ്ങൾ കൂട്ടുകയാണ് ശ്രീജിത്ത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിഹാരം ഉണ്ടാവുകയല്ല ചെയ്തത്. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനെ തേടി സ്റ്റുഡിയോയിലേക്ക് വരുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സങ്കടം കൊണ്ട് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും സങ്കടം ഇല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ സങ്കടം കൂടുകയാണ് ചെയ്തത്. ശ്രീജിത്തിൻ്റെ പുറപ്പെട്ടു പോകലിന് കൂടുതൽ സങ്കടം ഉണ്ടാക്കാനേ ആ കുടുംബത്തിന് കഴിഞ്ഞുള്ളൂ, പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ശ്രീജിത്ത് നല്ല കുട്ടിയാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടില്ല. പിന്നെ ഒരു തരത്തിലുള്ള കാശ് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല, ഒന്നുമില്ല. സാധാരണ വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുക്കുന്ന ചെറിയ പൈസ, യാത്രയ്ക്കുള്ള പൈസ മാത്രമേ ശ്രീജിത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ശ്രീജിത്ത് വളരെ മാന്യനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മാന്യത കൊണ്ടായിരിക്കാം എന്തെങ്കിലും ജോലി അന്വേഷിച്ചത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ശ്രീജിത്ത് വാ ആണ് എനിക്ക് പറയുന്നത്. വന്നിട്ട് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ നിന്ന്
നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ജോലിക്ക് വീണ്ടും പോവാം, അതൊന്നൊരു പ്രശ്നമുള്ളതല്ല. പഠിക്കണമെങ്കിൽ പഠിക്കണ്ട. അപ്പോൾ സീത്ത് വാ, തിരിച്ചു വരാനാണ് ഞാൻ പറയാം. അത്യാവശ്യത്തിന് പ്രായമൊക്കെ 21 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യം നമ്മളൊക്കെ നാട് വിട്ട് പോയത് 21 വയസ്സിലൊക്കെ. അപ്പോൾ നാട് വിട്ടു പോയാൽ മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവരും അറിയിച്ചിട്ട് പോകാമായിരുന്നല്ലോ ശ്രീജിത്ത്. ഈ ജാതി സങ്കടക്കടലിൽ അച്ഛനെ അമ്മനെ ഒക്കെ ആഴ്ത്തിയിട്ട് വേണോ പോകാൻ? അത് വേണ്ടല്ലോ. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ശ്രീജിത്തിൻ്റെ സുഹൃത്തുക്കൾ, ശ്രീജിത്തിനെ അറിയുന്നവർ ഒക്കെ തന്നെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ശ്രീജിത്തിനെ വീട്ടിലേക്ക് തിരിച്ചയക്കണം. ശ്രീജിത്ത് ഈ വാർത്ത എവിടെ നിന്നെങ്കിലും അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഉടനെ അമ്മയെ അച്ഛനെ വിളിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരിക. ഇതാണ് എനിക്ക് പറയാനുള്ള. അച്ഛനെ അമ്മനെയൊക്കെ സന്തോഷത്തോടു കൂടി അയക്കുകയാണ്. ശ്രീജിത്ത് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്. അവൻ പോണെന്ന് രാവിലെ അങ്ങനെ തമാശ പറയാറൊക്കെ ഉണ്ട്. കവളത്തെ ഒരു ഉമ്മ തന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വെറുതെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവൻ ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.